അപ്പോഴേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളി. നീ അറിഞ്ഞില്ല എന്ന് പറയണ്ട. നീ അറിഞ്ഞിട്ട് എന്നെ തെറി വിളിക്കാനും എന്റെ തോളിൽ കയറി വരാനും വേണ്ടി നിൽക്കണ്ട. പറയുന്നത് നല്ല ഒന്നാന്തര പച്ചയായ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അങ്ങനെ PM-ശ്രീ ഫണ്ടിൽ കോൺഗ്രസ് ഒപ്പുവയ്ക്കും, അതായത് ടീം UDF ഒപ്പുവയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര്? നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ഒപ്പുവയ്ക്കുമെന്ന്. അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കോൺഗ്രസ്സുകാരോടല്ല, ലീഗുകാരോടാണ്, ലീഗിന്റെ നേതാക്കന്മാരോടാണ് ചോദിക്കുന്നത്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാപ്പയും, നിങ്ങൾ ഭരണപക്ഷത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേറൊരു വാപ്പായും കേട്ടോ. രണ്ട് വാപ്പമാരുണ്ടോ? അല്ല, മറ്റേ ലാലേട്ട ഒരു സിനിമയിൽ ചോദിക്കുന്ന കണക്ക് രണ്ട് കോയമാരാടേ. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്, രണ്ട് കോയമാരാ. കുഞ്ഞാലിക്കുട്ടിക്കും KM ഷാജിക്കും PK ഫിറോസിനും അതേപോലെ തന്നെ ഫാത്തിമ തഹാലിയക്കും PK നവാസിനും, അല്ല, ഇങ്ങനത്തെ മുസ്ലിം ലീഗിന്റെ സമുന്നതന്മാരായ നേതാക്കന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ രണ്ട് വാപ്പമാരാണ്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു വാപ്പായും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറൊരു വാപ്പായും. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്, വേറൊന്നും കൊണ്ടല്ല. നിങ്ങളുടെ പ്രസ്താവനകൾ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ ഇലക്ഷന് മുമ്പ് PM-ശ്രീ ഫണ്ടിൽ ഇടതുപക്ഷം ഒപ്പിട്ട് പൈസ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രിയും നിങ്ങൾ മുസ്ലിം ലീഗുകാരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. മലപ്പുറം ജില്ലയ്ക്കകത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി സകലയിടത്ത് ഓടി നടന്ന് പറഞ്ഞത്. KM ഷാജി എന്ന് പറയുന്ന വർഗീയത മാത്രം പ്രചരിപ്പിച്ചു വിടുന്ന ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന KM ഷാജിയുടെ ഒരു പ്രസംഗം പോലും ഉണ്ട്. ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ CPM-ന്റെയും BJP-യുടെയും സംഗീത കൂട്ടുകെട്ടായ PM-ശ്രീ ഫണ്ട് എടുത്ത് കടലിലെറിയുമെന്നാണ് KM ഷാജി പറഞ്ഞത്. അതെ, മലപ്പുറം ജില്ലയിൽ വേങ്ങരയിൽ നിന്ന് കടലിൽ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളികളോട് പറയാനുള്ളത്, നിങ്ങൾ കടലിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വലയെറിയുമ്പോൾ നമ്മുടെ KM ഷാജി എന്ന് പറയുന്ന ഇഞ്ചി ഷാജി എടുത്ത് കടലിലെറിഞ്ഞ PM-ശ്രീ ഫണ്ട് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ച് വീണ്ടും കടലിലെടുത്തെറിയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക അത് മീനാണ്, അത് PM-ശ്രീ ഫണ്ടാണ് ഷാജി എടുത്തെറിഞ്ഞത്. എടുത്ത് ചോദിക്കേണ്ടത് KM ഷാജിയോടാണ്. അല്ല, KM ഷാജി, നീ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് നിനക്ക് ഒരു വാപ്പായും ഭരണപക്ഷത്ത് വരുമ്പോൾ നിനക്ക് വേറൊരു വാപ്പായുമാണ്. അല്ല ഷാജി, ഞാൻ ഡെസർട്ടിലൊക്കെ നോക്കിയപ്പോൾ എൻ്റെ വാപ്പാൻ്റെ പേര് KM കുഞ്ഞഹമ്മദ് ഹാജി എന്നാണ്. അപ്പം നീ ഭരണപക്ഷത്തിരിക്കുമ്പം ഈ കുഞ്ഞഹമ്മദ് ഹാജിയാണ് നിന്റെ വാപ്പ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നപ്പം വേറെ ആരെങ്കിലും ആണോ? അല്ല, എല്ലാ മുസ്ലിം ലീഗുകാരോടും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോടും അണികളോടും ഒക്കെ തന്നെയാണ് ഇത് ചോദിക്കാനുള്ളത്. നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വാപ്പായും ഭരണപക്ഷത്ത് വരുമ്പോൾ വേറൊരു വാപ്പായുമായി മാറുന്നുണ്ടോ? ഇത് ചോദിക്കാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? അവിഹിത കൂട്ടുകെട്ട്, BJP-യുമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ അവിഹിത കൂട്ടുകെട്ടാണ് PM-ശ്രീ ഫണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണ് PM-ശ്രീ ഫണ്ട് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ലീഗുകാർ പോലും ഇതിനെതിരെ വന്ന് പോസ്റ്റ് ഇട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. അല്ലടോ, നിങ്ങളൊക്കെ അല്ലേ ഈ സമുദായത്തിന് വേണ്ടിയിട്ടാണ് സമുദായത്തിന് വേണ്ടിയിട്ട് നീയൊക്കെ എന്ത് തേങ്ങയാടോ ചെയ്ത ഇത്രയും കാലമായിട്ട്? സമുദായത്തിനെ ഒറ്റിക്കൊടുക്കുന്ന പണിയല്ലാതെ നീയൊക്കെ ഏതെങ്കിലും ഒരു ലീഗുകാരൻ സമുദായത്തിന് വേണ്ടി എന്ത് തേങ്ങയെങ്കിലും ചെയ്തിട്ടുണ്ടോ? പറയും. സമുദായത്തിന് തേങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഇപ്പൊ PM-ശ്രീ ഫണ്ടിൽ ഒപ്പുവയ്ക്കുന്നുണ്ടല്ലോ. 10 വോട്ടിന് വേണ്ടിയിട്ട് തന്തേനെ വരെ മാറ്റി പറയുന്നത് നിന്റെയൊക്കെ വൃത്തികെട്ട രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയം നീയൊക്കെ മാറ്റണം, മനസ്സിലായില്ലേ? മലപ്പുറം ജില്ലയിൽ മാത്രം നിങ്ങൾ എന്തേ അവിടെ നിന്ന് പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെയൊക്കെ ഈ തന്തയില്ലായ്മ രാഷ്ട്രീയം കൊണ്ട് തന്നെയാണ്. ഭരണപക്ഷത്തിരിക്കുമ്പം ഒരു തന്തയും ഭരണപക്ഷം മാറുമ്പം വേറൊരു തന്തയും. രണ്ട് തന്തമാരാണോ നിങ്ങൾക്ക്? ചോദിക്കുകയാണ്, രണ്ട് തന്തമാരാണോ? ഇത് എനിക്ക് മാത്രമല്ല ചോദിക്കാനുള്ള, കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കേരളത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുവാണ് ഇതൊക്കെ? നീയൊക്കെയല്ലേ ഇടതുപക്ഷത്തിന് ഇത്രയും ഈ വിഷയത്തിൽ എതിർത്തത്? സംഘപരിവാറുമായിട്ട് കൂട്ടുകൂടുന്നു, സംഘപരിവാറിന്റെ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ സംഘപരിവാറിന്റെ സാമാനം എടുത്ത് വായിലിടാൻ പോകുന്ന ആരാണ്? UDF-കാരാണ്. മനസ്സിലായോ? എടാ, ഉളുപ്പുണ്ടോടോ? ഉളുപ്പ്. നാട്ടുകാർ മൊത്തം ചോദിക്കാൻ തുടങ്ങി, തന്തേനെ മാറ്റി പറയുന്നവന്മാരാണോ ലീഗുകാരന്മാരെന്ന്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം തന്തേനെ മാറ്റി പറയുന്ന പരിപാടിയാണിത്. മനസ്സിലായോ? സ്വന്തം തന്തേനെ മാറ്റി പറയുന്ന പരിപാടിയാണ്, അതായത് അഡ്രസ്സ് മാറ്റി പറയുന്ന പരിപാടിയാണ്. വേറെ ഒന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും, ഗുഡ് നൈറ്റ്. 4 തെറി പറയണമെന്നുണ്ട്, വിണ്ടുന്നില്ല ഞാൻ.